ഹായ് ചെങ്കള എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുക്ക് വീഡിയോ ആയിട്ട്. പാവയ്ക്കൊക്കെയാണ് കൈ പിടിച്ചേക്കുന്നത്. പാവയ്ക്കൊണ്ട് എന്തുണ്ടാക്കാന്നല്ലേ? നമുക്ക് പാവയ്ക്ക് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയല്ലോ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളി കിടുക്കാച്ചി ആയിട്ടുമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ബൈ. ആദ്യം നമുക്ക് നമ്മുടെ പാവയ്ക്കേനെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് കഴുകാം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് വേണ്ടത് പാവയ്ക്ക, അതെന്റെ കയ്യിലുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, നമ്മുടെ നാടൻ മുളകോ ഉണ്ടമുളകോ ഏത് വേണം എടുക്കാം കേട്ടോ. കുറച്ച് പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഇഞ്ചി, ഇത് പൊളിച്ച് നമുക്ക് അരിയണം. പിന്നെ വെളുത്തുള്ളിയാണ് വേണ്ടത്. അപ്പൊ വെളുത്തുള്ളി നമ്മുടെ ചാലക്കുടി മാർക്കറ്റിൽ ഇതിങ്ങനെ 1/4 കിലോ 1/2 കിലോ വെച്ച് പൊളിച്ചത് കിട്ടും. അപ്പൊ ഞാനത് മേടിച്ചിട്ട് വന്നേക്കുന്നത്. 1/2 കിലോയ്ക്ക് 100 രൂപയാണ് കേട്ടോ. ഇത് 1/2 കിലോ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, 50 രൂപയും കണ്ടുള്ളൂ. അപ്പൊ ഇത് ഞാൻ മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി നന്നാക്കേണ്ട ആവശ്യമില്ല. ഇത് പൊട്ടിച്ചതിലേക്ക് ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് ആദ്യം പാവയ്ക്ക ഒന്ന് കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഓക്കെ, നിങ്ങളും കൂടെ പോരെ എന്റെ കൂടെ. പെട്ടെന്ന് പാവയ്ക്ക എടുത്തു വെച്ചു. കാല് വേനയാ. കുറെ നേരമേ കാല് വയ്യാത്തതുകൊണ്ട് അധികം ഒരുപാട് നേരം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, നിന്ന് അരിയാൻ പറ്റത്തില്ല കേട്ടോ, കാല് വേദന ആയതുകൊണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അങ്ങോട്ട് ഇരുന്നു. എന്തായാലും ഇത് അരിഞ്ഞെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പൊ ഇത് ഞാൻ നമ്മുടെ പാവയ്ക്കയും ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കൂടെ അരിഞ്ഞു കേട്ടോ. നമുക്ക് നമ്മുടെ വെളുത്തുള്ളി എടുക്കാം. ഞാൻ 2 പാവയ്ക്ക എടുത്തിട്ടുള്ളൂ, 3 പാവയ്ക്ക എടുക്കാന്ന് വിചാരിച്ചു. ഒരുപാടുണ്ടാവും, അപ്പൊ 2 പാവയ്ക്ക ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇനി പാവയ്ക്കൊക്കെ ഒരു കുറെ നാളൊക്കെ ഇരുന്നാലും നമ്മൾ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പൊ ഇത് നമുക്ക് ഇന്നിപ്പോ ഉണ്ടാക്കിയാൽ നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ തുടങ്ങി നമുക്ക് കൂട്ടാം. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇതിലേക്ക് തീയൊക്കെ കത്തിക്കാം. കുറച്ച് പഴയ വെളുത്തുള്ളി ഇവിടെ ഇരിപ്പുണ്ട് കുറച്ച്, അത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഇത് വെളുത്തുള്ളിയാണേ. ഇത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, മുറിക്കുന്നൊന്നുമില്ല, അത് ഇങ്ങനെ തന്നെ ഇടാൻ വേണ്ടി പോവാ. അപ്പൊ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. എന്റെ കൈ അതിൻ്റെ ഇടയ്ക്കൊന്ന് മുറിഞ്ഞാന്ന് കണ്ടു, കത്തി കൊണ്ട് അത് ഈ പുളിഞ്ഞു കൊണ്ടു കുറെ ചോരയൊക്കെ പോയി. ചട്ടി ചൂടായിട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചീത്തയാവില്ല കേട്ടോ. നല്ലെണ്ണയിൽ കറി ഇത് അച്ചാറിടുവാണെങ്കിൽ. ഞാനിവിടെ നല്ലെണ്ണയൊന്നും അല്ല വെളിച്ചെണ്ണ എടുക്കുക, നമുക്ക് നാളെ തുടങ്ങി കൂട്ടി തീർക്കാമല്ലോ. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടേ. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉലുവ പൊട്ടിക്കാം. കടുക് വേണമെങ്കിൽ ഇടാം, ഞാൻ കടുകൊന്നും ഇടുന്നില്ല. നമ്മൾ ഉലുവ പൊട്ടിട്ടോ, അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇത് നല്ലപോലെ മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ടേ. ഇതിലേക്ക് നമ്മുടെ പാവയ്ക്കയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ.
ഈ പാവയ്ക്കയും കൂടെ ഒന്ന് വാടി വരട്ടെ നന്നായിട്ട്. അയ്യോ, ഒരു പാവയ്ക്ക് അരിയാൻ കിടക്കും. ഇതൊന്ന് വാടട്ടെ. നമ്മുടെ പാവയ്ക്ക് ഏകദേശം റെഡിയായി വരുന്നു കേട്ടോ. ഒരുപാട് അങ്ങനെ നമ്മൾ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ ഇത്തിരി പുളിയേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇതാക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് പൊടിയൊക്കെ ഇട്ടാലോ. ഇത്രയും മൂത്തതൊക്കെ മതി. ഓരോരുത്തരും ഓരോ രീതിക്ക് അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നല്ല അതിലേക്ക് നമ്മുടെ എന്താ പറയാ സേവനയുടെ നല്ല അച്ചാർ പൊടിയാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഉലുവയും കായയും കൂടെ വറുത്തിട്ടാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അച്ചാർ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കായത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണേ. കുത്തലൊക്കെ ഒന്ന് പോകുന്നോളം വരെ നമുക്ക് ഇളക്കി കൊടുക്കാമേ. സാധാരണ ഒരു ചിന്താഗതിക്കാരന്റെ അച്ചാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ വളരെ തീ ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ചുരക്കി ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. പക്ഷെ നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചാറൊക്കെ വേണ്ടേ അച്ചാറിന്. ഇല്ലാണ്ട് പിന്നെ എന്താ അച്ചാറ്? അപ്പൊ നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, പച്ചവെള്ളം മേലെ ഒഴിച്ചു കൊടുക്കാം, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇത് നമ്മുടെ പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കൂട്ടാനായിട്ട് കുറച്ച് ഗ്രേവിയുടെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ലേശം വെള്ളം ഒഴിക്കുന്നുണ്ടേ. വെള്ളം ഒഴിക്കാതിരിക്കും കേട്ടോ നല്ലത്. പെട്ടെന്ന് ചീത്തയാവത്തില്ല. വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ചീത്തയാവും. നമ്മൾ നാളെ തന്നെ കൂട്ടിയൊക്കെ തുടങ്ങും. അത് കാരണം കൊണ്ടേ ഞാൻ കുറച്ച് ഇട്ടിട്ടേ ഉള്ളൂ. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാൽ നല്ലതാട്ടോ. പിന്നെ പച്ചവെള്ളം വേണേലും ഒഴിക്കാം. ഇത് ചൂട് തിളപ്പിച്ചാറിയ വെള്ളമാണേ. പാവയ്ക്ക ആയതുകൊണ്ട് ചെറിയൊരു കയ്പൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലപോലെ ചൊറുക്കി ഒഴിച്ചു കൊടുക്കുക. ചൊറുക്ക ഒഴിക്കുക. ഇതെല്ലാം ചൂടാതിന് ശേഷം മാത്രം ചൊറുക്കി ഒഴിക്കുക കേട്ടോ. നമ്മളെ ഇത് പാവയ്ക്ക നല്ലപോലെ തണുത്ത് ചൂടാറിയതിന് ശേഷം മാത്രം ചൊറുക്കി ഒഴിച്ചു കൊടുക്കുക. ഉപ്പുണ്ടോ എന്ന് നോക്കാം. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ട്, നല്ല കയ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൊറുക്കി ഒഴിക്കുമ്പോഴും കുറച്ച് ഗ്രേവി ആവും. അപ്പൊ അധികം വെള്ളം ഒഴിക്കണ്ട, അതേ മതി. ഇനി അത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ഉലുവാപ്പൊടി ഇന്ന് വിതറി കൊടുക്കാം. ഹായ്, നല്ല മണം. ആ ഒരു പാവയ്ക്കും കൂടി നമുക്ക് എടുക്കാമായിരുന്നു. വഴി വന്നപ്പോ ഇത്തിരി കോളം ഉള്ളൂ. അപ്പോ എല്ലാവർക്കും ബൈ. ചൊറുക്കയുണ്ട്, ചൊറുക്ക ഒഴിച്ചു കൊടുക്കണം പുളിക്ക്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കാം. അപ്പോ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ശരി, വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.